എണ്ണ വളരെ കുറച്ച് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഉപ്പ് നോക്കണം. അപ്പം മുളക് പൊടി ഞാൻ 1 ടീസ്പൂണേ ഇട്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കും, ഒരു 1/4 ടീസ്പൂൺ കൂടെ. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ പുരട്ടി ഒരു 10-15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാനേ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, ക്ഷമിക്കണം. മഞ്ഞൾപ്പൊടിയും വേണം 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ പുരട്ടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ 15 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കുക്കറിനകത്തോട്ട്, ഒരു ചെറിയ കുക്കർ മതി, നമ്മുടെ കയ്യിൽ ഏതുണ്ടോ അതിനകത്ത് ആവാം. അപ്പോൾ ഈ കുക്കറിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുക്കറിനകത്തോട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒറ്റ വിസിൽ മതി. വെള്ളം ഒഴിക്കണ്ട, എണ്ണ ഒഴിക്കണ്ട, ഒന്നും വേണ്ട. ഒറ്റ വിസിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഈ ചിക്കനകത്തുള്ള വെള്ളം ഇതിനകത്തോട്ട് ഊറി ഇറങ്ങി അത് വേവാനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വേവിച്ച് നമ്മൾ ഒറ്റ വിസിൽ മതി. നല്ലതുപോലെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഫ്രൈ ആകുന്നതിന് പൊടിഞ്ഞു പോവരുത്. ഈസിയുമാണ്, ടേസ്റ്റുമാണ്, എല്ലാമാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇറച്ചി വക എന്ത് ചെയ്താലും വെളുത്തുള്ളി മുന്നിൽ നിൽക്കണം. ഇഞ്ചി കുറവേ ആകാവുള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മതി ഇഞ്ചിയുടെ പേസ്റ്റ്. അത് ഇഞ്ചി ചതച്ചതാവാം, പേസ്റ്റ് ആവാം, എന്തും ആവാം. അപ്പം നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടേ അത് ചേർക്കാം. പക്ഷേ ഇറച്ചി വകയ്ക്ക് നമ്മൾ ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി മുന്നിൽ നിൽക്കണം. വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് നമുക്ക് ഈ ഇറച്ചി വകയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടത്. മീൻകറി വെക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി കുറവും ഇഞ്ചി കൂടുതലുമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ബാച്ചിലേഴ്സിന് ഏറ്റവും ഉത്തമമായ ഒരു ഡിഷാണ്. പെട്ടെന്നുണ്ടാക്കി അവർക്ക് കഴിക്കാം. അവരെത്ര ബിസിയാന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നമുക്കിത് കുക്കർ അടച്ച് നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇതേ നമ്മൾ കുക്കർ വെച്ചു, ഫ്ലെയിം ഓണാക്കി. ഇപ്പോൾ ആവി വരുന്നുണ്ട്. നമുക്ക് എന്നിട്ട് വേണം, ആവി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ. വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒറ്റ വിസിൽ മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കുക്കർ തണുക്കുന്ന വരെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ചിക്കൻ ആ പരുവത്തിന് വെന്ത് കിട്ടും. അത്രേ ചെയ്താൽ മതി. ഇനി പതിയെ ഞാൻ ഓരോന്ന് എങ്ങനെ വറുത്തെടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചിക്കൻ ഒരു വിസിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ കുക്കർ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ ഒരു ടീസ്പൂൺ അങ്ങാണോ വെള്ളം കാണും ഇതിനകത്ത്, ആ ഗ്രേവി. അപ്പോൾ ഇത് വെന്ത വെള്ളം 1 ടീസ്പൂൺ, അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ ചിക്കൻ ഓരോന്നോരോന്നായി നമുക്ക് തവയ്ക്കകത്തോട്ട് നിരത്താം. ചിക്കൻ വറുത്തെടുക്കുന്നതിന് കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് അത്യാവശ്യമാണ്. ഇതെങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഫ്രൈ പാൻ അടുപ്പേ വെച്ചു. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ എന്നുള്ള നിലയിൽ മതി. എത്രയും എണ്ണ കുറയ്ക്കാവോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത്രയും എണ്ണ വെച്ച് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. വലിയ കൂടുതലൊന്നും ഇല്ല. വെറും 2 സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിൽ ഏതായാലും മതി. നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. അതിനൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ അളവിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നിത്യം എടുക്കുന്നുണ്ട് സ്പൂൺ തന്നെ വേണമെന്നില്ല. ആ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത്? ഇത്ര എണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം ഇതേപോലെ ഉണ്ടാക്കാൻ.
അപ്പം നമുക്ക് ആദ്യം പച്ചമുളക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പച്ചമുളക് കീറിയതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് അങ്ങനെ വെച്ച് കൊടുത്താൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് പച്ചമുളക് രണ്ടായിട്ട് കീറി അങ്ങനെ വെച്ച് കൊടുത്തു. ഒരു 6-7 പച്ചമുളകുണ്ട്. എന്നിട്ട് ഇത്രയും കറിവേപ്പിലയും നമ്മൾ അടുക്കി വെച്ച് കൊടുക്കണം. ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. വളരെ എണ്ണ കുറച്ച് നമുക്ക് വറുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോഴേ ഈ പച്ചമുളകിൻ്റെയും ഈ കറിവേപ്പിലയുടെയൊക്കെ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല മണവും കഴിക്കുമ്പോൾ നല്ല രുചിയുമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമ്മൾ ചിക്കൻ കുറച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ അത് നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഡക്കൺ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി. ഡക്കൺ വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് അടുത്ത സൈഡ് വെച്ച് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്ക്. കാരണം നമുക്ക് ഹോട്ടൽസ് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. വീട്ടിലുള്ളവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റായി. അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലാകുമ്പോൾ അതിൻ്റെ രീതിക്ക് നല്ലതുപോലെ വറുത്ത് കിട്ടും. നമുക്ക് വീണ്ടും ഒന്നുകൂടി വെച്ച് കൊടുക്കാം. നമുക്ക് നോക്കാം, ശരിയായിട്ടുണ്ട്. നമുക്ക് മുരിഞ്ഞ സൈഡ് നമുക്ക് മുരിയാനുള്ള സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ മണവും രുചിയെല്ലാം ആ ചിക്കനെ പിടിക്കും. നല്ലൊരു ഫ്ലേവറാണ്. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മുരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വറുത്തെടുക്കേണ്ടത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ കൊളസ്ട്രോളും BP ഒക്കെ ഉള്ളവർക്ക് പേടിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആയത്. എണ്ണയും മസാലയും ഒക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എണ്ണയും മസാലയും വളരെ കുറച്ച് മതി. പെട്ടെന്നുണ്ടാക്കി ഹോട്ടൽ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. വീട്ടിലിരിക്കുന്നവർ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി കഴിച്ചേ പറ്റൂ. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിന് എത്രയും വേഗം ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.